ഓം സവേകം തത്വമസി. എല്ലാവർക്കും പ്രണാമം. ഇതിനു മുമ്പ് ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ച് പല ചെറിയ ചെറിയ വിഷയങ്ങൾ പറഞ്ഞു വന്ന വിഷയങ്ങളിലൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കുണ്ടലിനിയുടെ സാധനയിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ ശാരീരികമായ പരിവർത്തനത്തിൻ്റെ ഭാഗവും അതിനുശേഷം കുണ്ടലിനി ഉണർന്ന ആത്മസാക്ഷാത്കാരം നേടി സവികൽപ്പ സമാധി വരെയുള്ള അനുഭവത്തെക്കുറിച്ചുമാണ് ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് കുണ്ടലിനി സംബന്ധമായി സാധകം ചെയ്യുന്നവർക്കും അനുഭവങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്കും വേണ്ടിയിട്ടാണ് ഇവിടെ ഈ രണ്ട് രീതിയിൽ ആദ്യത്തേതും രണ്ടാമത്തതും. ആദ്യം കുണ്ടലിനി ഉണരാൻ വേണ്ടുന്ന തയ്യാറെടുപ്പും കുണ്ടലിനി ഉണർന്ന ശേഷം ഉള്ള അനുഭവത്തെക്കുറിച്ചും ഇവിടെ ഇങ്ങനെ രണ്ട് രീതിയിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് പറയേണ്ടത്, ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് എല്ലാവരിലും ഒരുപോലെ അല്ല നടക്കുന്നത്. പല രീതിയിലാണ്. അത് സന്ദർഭാനുയോജ്യമായും ഓരോ ജീവൻ്റെയും കർമ്മ പൂർത്തീകരണങ്ങളുടെ അടിസ്ഥാനത്തിലും അങ്ങനെ പല കാരണങ്ങളുണ്ട് കുണ്ടലിനി ഉണരാനും അതിലേക്ക് എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് നേരത്തെ പറയുകയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ അനുഭവം എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത് വ്യക്തമായി എനിക്ക് പറയാൻ പറ്റും, കാരണം അതെൻ്റെ അനുഭവമാണ്. അപ്പോൾ എൻ്റെ അനുഭവം എങ്ങനെയാണെന്നുള്ളത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു ശ്രമമാണ്. അത് പൂർണ്ണ അതിൻ്റെതായ ഫീലോടും അനുഭവത്തോടും പറയാനൊന്നും പറ്റില്ല. എന്നിരുന്നാലും ഓർമ്മയിലുള്ളതും പറയാൻ കഴിയുന്ന രീതിയിലുള്ളത് പറയാനായിട്ട് ശ്രമിക്കുക. 30 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, കുണ്ടലിനി ഉണർന്ന അവസരത്തിൽ ഞാൻ ഡെഡായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് പരമമായ ആനന്ദത്തിലാണെങ്കിലും ശരീരം കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥയിൽ ഞാൻ കിടക്കുകയായിരുന്നു. ഒന്നും അറിയുന്നില്ല, ബാഹ്യമായ വിഷയങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല. പൂർണ്ണമായും അന്തർമുഖമായി കൊണ്ട് കിടക്കുന്ന ഒരു അവസ്ഥയിൽ, ബാഹ്യമായ വിഷയങ്ങളൊന്നും അറിയാതെ കിടക്കുന്ന അവസ്ഥയിൽ വളരെ ദൂരത്ത് നിന്ന് ഒരു ചെറിയൊരു പ്രകാശം അടുത്ത് വരികയും ഒപ്പം അതോടുകൂടി ഉള്ളൊരു നാദം, ആ നാദം ഞാൻ പറയുകയുണ്ടായി. ആ നാദം, ഈ നാദം ഇങ്ങനെ പെരുകിയാണ് ഞാൻ കുണ്ടലിനിയുടെ ആ പ്രഭാവ സമയത്ത് കിടന്നിരുന്നത്. ആ നാദം തന്നെയാണ് ചുരുങ്ങി വളരെ നോർമലായിട്ട് ഒരു വെളിച്ചം, അതായത് ഒരു ബിന്ദു പോലെ ആ നാദത്തോടുകൂടി വന്ന് എൻ്റെ ഭ്രൂമധ്യത്തിൽ വന്ന് അവിടെ നിന്ന് ശരീരത്തിൻ്റെ സർവ ഏപ്പുകളിലേക്കും തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏതൊരു ശക്തിയാണോ, എന്ത് ശക്തിയാണോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ മനസ്സൊന്നും ആ സമയത്തില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ എനിക്ക് ശരീരം ചലിക്കാൻ പോലും പറ്റാതെ കിടക്കുന്ന സമയത്ത് ആ നാദത്തോടുകൂടി ആ പ്രകാശബിന്ദു ഒരു നല്ല ചൂടോടുകൂടിയാണ്. അത് പ്രത്യേകം ഞാൻ അറിയുന്നുണ്ട്. ഒരു ബിന്ദു രൂപത്തിൽ ആ പ്രകാശം എൻ്റെ ആന്തരികമായ സർവ ഏപ്പുകളിലും നാടുകളിലും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനതങ്ങനെ അനുഭവിച്ചുകൊണ്ട് കിടക്കുകയാണ്. ആ ഉള്ളുകൊണ്ടാണല്ലോ അറിയണത്, ബാഹ്യം കൊണ്ടല്ല അറിയണത്. പ്രത്യേകിച്ച് എനിക്ക് ചലിക്കാനോ ഒന്നിനും കഴിയുന്നില്ല ആ അവസ്ഥയില. അതായത് ഡെഡായി കിടക്കുകയെന്ന് തന്നെ പറയണം. മറ്റു കുടുംബാംഗങ്ങളൊക്കെ എന്നെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത്. അങ്ങനെ നാദത്തോടുകൂടിയുള്ള ചൂടോടുകൂടിയുള്ള ആ ഒരു ബിന്ദു സർവ്വനാഡികളിലും വെപ്പുകളിലും ഇങ്ങനെ സഞ്ചരിച്ചു. അത് ഹൃദയത്തിൽ പ്രത്യേകമായിട്ട് വന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും വന്ന് അത് നേരിട്ട് സൂക്ഷ്മനാനാഡിയിലൂടെ ഇങ്ങനെ കയറി നേരിട്ട് ചെന്നത് സഹസ്രപദ്മതലത്തിലാണ്. അവിടെ വന്നത് അങ്ങനെ സ്ഥിതി ചെയ്തു.
അന്ന് മുതൽ ആ നാദവും ഈ പറയുന്ന അവസ്ഥയിൽ ആണ് ഞാൻ ജീവിച്ചു പോരുന്നത്. അതിൽ നിന്ന് എനിക്ക് പിന്നീട് പല അനുഭവങ്ങളായിട്ടുണ്ട്. അതൊക്കെ എല്ലാം എനിക്കിപ്പോൾ ഈ സമയം ഇവിടെ വിശദീകരിക്കാൻ പറ്റില്ല. അത് വിശദീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അനുഭവമല്ല അത്. എന്നാലും ആവുന്ന രീതിയിൽ ഞാനൊന്ന് അത് പ്രതിപാദിച്ചതേ ഉള്ളൂ. അതുപോലെ എല്ലാ വിഷയവും അന്ന് ഒക്കെ സംഭവിച്ച കാര്യങ്ങൾ അതേപോലെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന സംഭവങ്ങളൊന്നും അല്ല അത്. എന്നിരുന്നാലും പ്രധാനപ്പെട്ട ഓർമ്മയിലുള്ള വിഷയങ്ങളാണ് പറയുന്നത്. അന്നൊരു പ്രത്യേകമായി വേറൊരു സംഭവം നടന്നത്, ഞാൻ നമ്മുടെ വീടല്ല വേറൊരു വീട്ടിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഞാൻ ഈ സുഖമില്ലാത്ത ഈ അവസ്ഥയിലൊക്കെ കിടക്കുന്നത് വേറെ അമ്മാവിൻ്റെ വീട്ടിലാണ്. അപ്പോൾ രാത്രി ഒരു വൈകിയ വേളയിൽ ശരീരമൊക്കെ തളർന്ന് ആകെ നീർക്കെട്ടായി വേദന കൊണ്ടിങ്ങനെ കിടക്കുമ്പോഴും ശരീരം മുഴുവനും തലയിലും ഒക്കെ, അതായത് തലയ്ക്കകത്ത് ഒക്കെ നല്ല സുഖവും ആനന്ദവും അനുഭവിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ നിർവൃതിയിൽ ഈ ശാരീരിക അസ്വസ്ഥതകളൊന്നും അറിഞ്ഞിരുന്നില്ല. അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ടാണ് മറ്റൊരു അവസ്ഥയിലായിരുന്നു ആ നിമിഷങ്ങൾ, ആ ദിവസങ്ങളിലൊക്കെ. ഇത് കഴിഞ്ഞിട്ടും കുറേ നാൾ, ഇപ്പോൾ ഇല്ലയെന്നല്ല പറയുന്നത്, പക്ഷേ വളരെ ആനന്ദപരമായ ഒരു അവസ്ഥയിൽ ആയിരുന്നു. അതിപ്പോഴും ശിരസിലായാലും ഭ്രൂമതിയായാലും സദാ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ഇപ്പോൾ ധ്യാനത്തിൽ ചിന്മഴി ഭാവത്തിൽ ധ്യാനിച്ചാൽ ആ പരമമായ ബ്രഹ്മ ആനന്ദാവസ്ഥയിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോകുന്നു. അപ്പോഴും ജീവനിൽ നിന്ന് ആവിർഭവിക്കുന്ന ആ നാദം ജീവൻ ഉണ്ട് എന്ന് ഉള്ളതിന് ഒരു സാക്ഷ്യമാണ് ആ സുഖപ്രദമായ ആനന്ദം നൽകുന്നതായിട്ടുള്ള ആ ധ്വനി, ആ നാദം. അപ്പോൾ അതിന് മുന്നേ 1-2 നാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചീവിടിൻ്റെ നാദം, അങ്ങനെ ഇങ്ങനെയൊക്കെ. അതൊന്നല്ലത്. ഇത് മറ്റൊരു സവിശേഷതാലുള്ളത്, മറ്റൊരു വിശേഷാലുള്ള നാദമാണ് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആസ്വദിക്കുകയാണ്. ആ ആസ്വാദനത്തിൽ ഇരിക്കുന്നതിൻ്റെ പേരിൽ കാലങ്ങളും സമയങ്ങളും ഒന്നും പോകുന്നതും നമ്മൾ അറിയണില്ല. അതൊരു ലഹരിയാണ്. അതിലാണ്ടാണ് നമ്മൾ ജീവിച്ചു പോരുന്നത്. പിന്നെ പറയാനുള്ള ഒരു വിഷയം, ജീവനോടുകൂടി ഒരു താളത്തിൽ അകത്ത് സദാസമയം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന, അത് ഇടത് വലത് അങ്ങനെയൊന്നുമില്ല, അതിൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ ഒരു താളത്തിൽ സദാ ഇങ്ങനെ ആ നാദത്തിൽ കൂടി തന്നെ എനിക്ക് നിൽക്കുമ്പോഴും ഏകാഗ്രത കൊടുക്കുമ്പോഴും നമുക്ക് ജീവനോടുകൂടി ആ ഒരു താള ലയം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും. ആ സമയം ശരീരത്തിന് യാതൊരു ഭാരം തോന്നിക്കില്ല. അങ്ങനത്തെയൊക്കെയുള്ള അവസ്ഥകളുണ്ട്. ചെറുതായിട്ടൊക്കെ പറയണം, പൂർണ്ണമായിട്ടൊന്നും അതിനെ വിശദീകരിക്കാൻ പറ്റില്ല. അത് അനുഭവിച്ചറിയേണ്ടതാണ്. പിന്നെ അന്നുണ്ടായതിൽ വേറൊരു വിഷയമുള്ളത്, ഡെഡായ പോലെ കിടക്കുകയാണ്. അന്ന് പരിചരിക്കാനൊക്കെ അവിടെ വേറെ ആളുകളൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനും പുറത്ത് കൊണ്ടുപോകാനും കുളിപ്പിക്കാനും ഒക്കെ ആയിട്ട് അന്ന് ഭാര്യയും മറ്റു പല ആളുകളൊക്കെ അവിടെ ഉണ്ട്. ഞാൻ അതിലൊന്നും കൂടി ശ്രദ്ധ കൊടുക്കണില്ല, കാരണം ഞാൻ മറ്റൊരു ലോകത്താണല്ലോ. ഈ സമയം അന്ന് രാത്രി കൈകാലുകളൊന്നും പൊക്കാൻ പറ്റാതെ തളർന്നിങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രഭ ജ്യോതി ശരീരം മുഴുവനും, അതായത് അകത്ത് മുഴുവനും സർവ്വ ഏപ്പുകളിലും സന്ധികളിലും ഒക്കെ അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കാണും, പെട്ടെന്ന് എൻ്റെ അസ്ഥികളും നാഡികളും ഒക്കെ നിവരുന്നതായിട്ട്, അതായത് നമ്മൾ ഈ
വിറക് കത്തിച്ചാൽ എങ്ങനെയാ ആ ശബ്ദത്തോടു കൂടി സർവ്വനാഡികളും ഒക്കെ അങ്ങോട്ട് നിവർന്നതായിട്ടുള്ള അങ്ങനെ നിവർന്ന് അത് ബലം പ്രാപിക്കുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു. തന്നെ എനിക്കൊന്നും അറിയില്ല, അന്ന് ഒരു വിഷയം അറിയില്ല, എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് അവിടത്തേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് വിധേയമായിക്കൊണ്ട് കിടക്കുകയാണ്. ഒക്കെ അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, പ്രകൃതിയാൽ സ്വമേധയാൽ നടന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഒരു മുൻധാരമുള്ള വിധിയൊന്നും എനിക്കറിയില്ല. ഈ അവസ്ഥ പ്രാപിച്ചോടുകൂടി പിന്നെ പല അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഒരു ദൈവികമായ ഒരു വിഷയവും എനിക്ക് മുൻ പരിചയമില്ല. കാരണം ഞാൻ ഒരു യുക്തിവാദിയൊക്കെ ആയിരുന്നു അന്ന്. അതിനൊക്കെ മാറ്റം വന്നു. പരമമായ തത്വത്തെ മനസ്സിലാവുകയും ഇപ്പോൾ നിങ്ങളോടൊക്കെ സംസാരിക്കാനൊക്കെ കഴിയണില്ലേ, അതൊക്കെ അതിന് ശേഷമാണ്. ഒന്നും അറിയാത്ത ഒരാളായിരുന്നു. ഇപ്പോൾ ഗ്രന്ഥങ്ങൾ അതൊന്നും എനിക്ക് വേണ്ട, ഞാനത് ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ഈ പറയുന്ന അവസ്ഥകൾ ഈ ആനന്ദാവസ്ഥയിലൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ കൈകാലുകളൊക്കെ പുനർജനിക്കുന്നതായിട്ട് നിവരുന്നതായിട്ടൊക്കെ എനിക്ക് അനുഭവപ്പെട്ടു. 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ പഴയ എന്നേലും ആരോഗ്യത്തോടു കൂടിയാണ് പിന്നെ രംഗത്ത് വന്നത്. ഞാൻ എൻ്റെ 2ാം ജീവിതം അങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് ആ അവസ്ഥയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതും കൂടി ഞാൻ ഈ സമയം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആത്മസാക്ഷാത്കാരത്തിന് മുമ്പ് ദേഹത്തിനകത്ത് അന്ധകരണ ശുദ്ധി വന്ന് എല്ലാ മാലിന്യങ്ങളും ഒഴിവായതിന് ശേഷമാണ് ആത്മസാക്ഷാത്കാരം ലഭിക്കുക. അങ്ങനെയായിരുന്നു നമ്മുടെ അനുഭവം. അതിനെ വ്യക്തമായിട്ട് മനസ്സിലാവാനായിട്ട് ഒരു ഉപമയിലൂടെ പറയാൻ ശ്രമിക്കാം. അതായത്, നല്ല രീതിയിൽ ഒരുക്കിയ ഒരു മണിയറയിലേക്ക് മണവാളൻ പ്രവേശിക്കുമ്പോൾ എങ്ങനെയാണ് ആ രീതിയിൽ നമ്മളുടെ ദേഹം അന്ധകരണ ശുദ്ധിയെല്ലാം വന്ന് ശുദ്ധമായി ആത്മചൈതന്യത്തിൻ്റെ നിറവ് ഇതിന് വേണ്ടുന്ന രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് സാധനാത്മകമായി നടത്തി ശരീരവും അന്ധകരണവും എല്ലാം ശുദ്ധമായി ഇരിക്കണം ആദ്യം. അതുകൊണ്ട് അതിനെ നല്ല രീതിയിൽ ഒരുക്കിയ ഒരു മണിയറയിലേക്ക് മണവാളൻ വരുന്ന പോലെ എന്ന ഒരു ഉപമ ഞാനിവിടെ പറഞ്ഞത്. നാഡികളെല്ലാം ശുദ്ധമായി നിർമ്മലത്വം പ്രാപിച്ചിട്ടുണ്ടായിരിക്കും. അതിനുശേഷമാണ് ആത്മസാക്ഷാത്കാരം ഉണ്ടാകുന്നത്. നാഡികളെല്ലാം ശുദ്ധമായതുകൊണ്ട് തടസ്സങ്ങളൊന്നുമില്ലാതെ പ്രാണനോടുകൂടി ജീവൻ വേഗത്തിൽ ഭ്രൂമധ്യത്തിൽ വന്ന് സഹസ്രപത്മതലത്തിലേക്ക് കടന്ന് അവിടെ സ്ഥിതി ചെയ്യും. അവിടെ നിന്ന് വീണ്ടും ബ്രഹ്മരന്ധ്രം വഴി പ്രാണധാര ബഹിർഗമിക്കുന്നത് പോലെയുള്ളൊരു അനുഭവം ഉണ്ടാകും. ഈ സമയത്ത് ശരീരത്തിൻ്റെ എല്ലാ പിടിയും വിട്ടുപോകുന്നു. ആനന്ദമായ ഒരു ലോകത്തേക്ക് ജീവൻ പ്രവേശിച്ച പോലെ തോന്നും നമുക്ക്. മാത്രമല്ല, ഉള്ളിൽ പൂർണ്ണമായ ഒരു ഒഴിവ് അനുഭവപ്പെടും. അതുകൊണ്ട് ശരീരത്തിൽ ഭാരം അനുഭവപ്പെടുകയില്ല. ഈ അവസ്ഥയിൽ ഭ്രൂമധ്യത്തിലും സഹസ്രപത്മതലത്തിലും ബ്രഹ്മയന്ത്രത്തിലും ഒഴിവായിട്ടുള്ള ഒരു ചാല് രൂപാന്തരപ്പെടുകയും ചിതാകാശം അതിരുകളില്ലാത്ത അനന്തവിശാല ശൂന്യവുമായി കിടക്കുന്നതായി തോന്നും. സൂക്ഷ്മന, ഭ്രൂമധ്യം, സഹസ്രപത്മതലം, ബ്രഹ്മയന്ത്രം ഇവയെല്ലാം ഒഴിവായി കിടക്കുന്നതിൻ്റെ ഉള്ളിൽ വിശേഷാൽ ഒരു നാഡി രൂപപ്പെടുകയും ആ നാഡി പരബ്രഹ്മവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായി ഒരനുഭവം നമുക്കുണ്ടാവും. ദേഹം ആ നാഡിയിൽ തൂങ്ങിക്കിടന്ന് ആടുന്നത് പോലെയും കൂടെ അനന്തമായ ആകാശത്ത് നിന്ന് പ്രണവധ്വനിയും അമൃത് കനിഞ്ഞു വരുന്നതുമായ അനുഭവമുണ്ടാവും. ഇതെല്ലാം ഒരുമിച്ചാണ് സംഭവിക്കുന്നത്. അതോടുകൂടി ജീവൻ ഒരു താളത്തിൽ, ഒരു ലയത്തിൽ പരമമായ ആനന്ദം നൽകി കാലങ്ങൾക്കെല്ലാം അതീതമായി സദാസമയവും ആകാശവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന
അനുഭവമുണ്ടാകും. ഈ അവസ്ഥയിൽ ആകാശതത്വം എന്താണെന്ന് ബോധ്യപ്പെടും. അതായത് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായ പഞ്ചഭൂത ചേരുവകളിൽ പ്രധാനമായ പങ്കാണ് ആകാശത്തിനുള്ളത്. സർവസൃഷ്ടിയുടെയും ഉത്ഭവസ്ഥാനമായി ആവിർഭവിക്കുന്നതും അവിടെ നിന്നാണ്. ആ മഹാശൂന്യതയിൽ നാമരൂപഭാവങ്ങളൊന്നുമില്ലാതെ അതിരുകളില്ലാത്ത ബ്രഹ്മചൈതന്യം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഏകമണ്ഡലമായി ജീവന് ബോധ്യപ്പെടും. അപ്പോൾ ജീവൻ ആ പരബ്രഹ്മത്തിൻ്റെ പരമമായ ആനന്ദത്തിലാണെന്ന് ഞാനെന്ന ജീവാത്മാവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന ആ സന്ദർഭത്തിൽ ബോധ്യപ്പെടും. ജീവാത്മാവിൻ്റെ സ്വതന്ത്രമായ സത്യസാക്ഷാത്കാരവും അതോടെ സവികൽപ്പ സമാധി എന്താണെന്ന അനുഭവവും ജീവാത്മാവിന് ബോധ്യപ്പെടും. ഇത് ഒരു പ്രത്യേകമായ അവസ്ഥയാണ് സാക്ഷാത്കരിച്ചതിന് ശേഷം അനുഭവപ്പെടുന്നത്. അതായത് ഭ്രൂമധ്യവും സഹസ്രപത്മതലവും ബ്രഹ്മയന്ത്രവും ഒരുമിച്ച് സംയോജിപ്പിച്ച് ബഹിരാകാശവുമായുള്ള ഒരു ബന്ധം നിലനിൽക്കുന്നതായിട്ട് അനുഭവത്തിൽ വരും. ഈ സമയം ഈ 3 വഴികളിൽ ഒഴിഞ്ഞു കിടക്കുന്നതിൻ്റെ ഉള്ളിൽ ഒരു പ്രാണനാഡി രൂപം കൊള്ളുന്നതായിട്ടും അതിൻ്റെ നിയന്ത്രണത്തിൽ ദേഹം കിടന്ന് ആടുന്നതായിട്ട് പരമമായ ആനന്ദത്തോടു കൂടിയാണ് കേട്ടോ ഇതൊക്കെ സംഭവിക്കുന്നത്. അനുഭവിച്ചറിയുന്നതാണ്. എല്ലാം ആ അനുഭവ വേളയിലുണ്ടായ പോലെ ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല. ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതൊരു സാക്ഷി മാത്രമേ പറയാൻ കഴിയുള്ളൂ. അത് നമുക്കുണ്ടായ ഒരു അനുഭവമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലാണ് ഇന്ന് നമ്മളുടെ പ്രാണൻ്റെ ഈ ദേഹത്തിലുള്ള നിലനിൽപ്പ്. അതിനുശേഷം പല രീതിയിലുള്ള അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിവിടെ ഇപ്പോൾ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. സാക്ഷാത്കാരത്തിന് ശേഷമുള്ള ഈ ഒരു അനുഭവത്തെയാണ് ഇവിടെ ഇപ്പോൾ നാം പ്രതിപാദിച്ചിരിക്കുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി.